പാക്കറ്റ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ലേബലിൽ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആ ഫുഡ് പ്രൊഡക്റ്റ് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് കാണിക്കുന്ന എംബ്ലം അല്ലെങ്കിൽ ലോഗോ. വെജിറ്റേറിയൻ്റെ ലോഗോ ഒരു ഗ്രീൻ ഔട്ട്ലൈനോട് കൂടിയ സ്ക്വയറിനകത്ത് ഗ്രീൻ കളർ ഫിൽ ചെയ്തിരിക്കുന്ന ഒരു സർക്കിളാണ്. എന്നാൽ നോൺ വെജിറ്റേറിയൻ്റെ ലോഗോ ഇപ്പോഴും മാറിയത് പല ആളുകളും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും പഴയ നോൺ വെജിറ്റേറിയൻ ലോഗോ ആണ് പല ആളുകളും ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ കൊടുത്ത് കാണുന്നത്. പഴയ ലോഗോ ഒരു ബ്രൗൺ ഔട്ട്ലൈനോട് കൂടിയ സ്ക്വയറിനകത്ത് ബ്രൗൺ കളർ ഫിൽ ചെയ്തിരിക്കുന്ന ഒരു സർക്കിളായിരുന്നു. നിലവിൽ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ഔട്ട്ലൈനോട് കൂടിയ ഒരു സ്ക്വയറിനകത്ത് ബ്രൗൺ കളർ ഫിൽ ചെയ്തിരിക്കുന്ന ഒരു ട്രയാങ്കിളാണ് നിലവിലുള്ള നോൺ വെജ് ലോഗോ. അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ തെറ്റായ നോൺ വെജ് ലോഗോ കൊടുത്തിരിക്കുന്നവർ അത് മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനാണ് ഈ സർക്കിൾ മാറ്റിയിട്ട് ട്രയാങ്കിൾ ആക്കിയതെന്ന് പലർക്കും സംശയമുണ്ടാകും. അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് പലപ്പോഴും ഈ റെഡ്, ഗ്രീൻ അതുപോലെ കളറുകളൊന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് വെജിറ്റേറിയൻ ലോഗോയും നോൺ വെജിറ്റേറിയൻ ലോഗോയും കാണുമ്പോൾ ഒരുപോലെ തോന്നും. അവർക്ക് കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ നോൺ വെജിൻ്റെയും വെജിൻ്റെയും ലോഗോയിലുള്ള സർക്കിൾ മാറ്റിയിട്ട് ട്രയാങ്കിളാക്കി ഷേപ്പിലൊരു മാറ്റം വരുത്തിയത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ലേബലിൽ അത് വെജാണോ നോൺ വെജാണോ എന്ന് കൊടുക്കേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, മിനറൽ വാട്ടർ, കാർബണേറ്റഡ് വാട്ടർ, അതുപോലെ ആൽക്കഹോളിക് ബീവറേജസ്, അതുപോലെ ഹണി, അതുപോലെ മിൽക്ക്, ലിക്വിഡ് മിൽക്ക് ആവട്ടെ, ഇനി മിൽക്ക് പൗഡർ ആവട്ടെ, ഇതിൻ്റെ മുകളിലൊന്നും അത് വെജാണോ നോൺ വെജാണോ എന്ന് കാണിക്കുന്ന ലോഗോ പ്രദർശിപ്പിക്കേണ്ടതില്ല.